ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നെയിം സ്ലിപ്പ് എഡിറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയലുമായിട്ടാണ്. അപ്പോൾ ഇതൊരു ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പം കുറച്ച് നെയിം സ്ലിപ്പ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രിൻ്റർ. എപ്സൺഡേ ആണ്. അതാട്ടോ നമ്മൾ നെയിം സ്ലിപ്പും വേണ്ട എല്ലാ കാര്യങ്ങളും പ്രിൻ്റ് എടുക്കുന്നത്. കുറച്ച് നെയിം സ്ലിപ്പ് ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രിൻ്റ് എടുത്തിട്ട് ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വട്ടം കുറേ ഓർഡർ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത്യാവശ്യം ഓർഡർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ സീരിയസ് ആയിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാർബി തീമാട്ടോ. അപ്പോൾ ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു എഡിറ്റിങ്ങിന് പിൻട്രസ്റ്റും അതുപോലെ ക്യാൻവ ആപ്പുമാണ് നമുക്ക് ആവശ്യമുള്ളത്. പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള തീം ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് ബാർബി തീം അല്ലെങ്കിൽ ബാർബി കാർട്ടൂൺ എന്ന് അടിച്ചു കൊടുക്കുക. ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാർട്ടൂൺ ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒന്നാണ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ബാർബി ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ബാർബി ബോർഡറിൽ അടിച്ചു കൊടുത്താൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള ബോർഡർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് ഒരുപാട് ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് സെലക്ട് ആക്കിയത് ഒരു പ്ലെയിന് ഗിൽറ്റ് വന്നിട്ടുള്ള പിങ്ക് കളറുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിനകത്ത് നിന്ന് സെലക്ട് ആക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് നമ്മുടെ ബാർബീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിന് റിമൂവ് ബീച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പോയി അപ്ലോഡിൽ പോയിട്ട് ആ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് തരും. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ക്യാൻവയിലാണ് പോകുന്നത്. ബാക്കി എഡിറ്റും കാര്യങ്ങളൊക്കെ ക്യാൻവയിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവയിൽ പോയിട്ട് നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള പേജ് സെലക്ട് ആക്കി കൊടുക്കണം. കസ്റ്റം സൈസാണ്. അപ്പം അതിനകത്ത് നമ്മൾ പ്ലസ് ഐക്കൺ ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ അവിടെ കസ്റ്റം സൈസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ആക്കി കൊടുക്കേണ്ടത്. ആ ഓപ്ഷൻ സെലക്ട് ആക്കി കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് സെൻറ്റിമീറ്റർ ആക്കി കൊടുക്കുക. CM ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ വെഡ്ത്ത് വന്നിട്ട് 3.25 ഹൈറ്റ് വന്നിട്ട് 1.85 ആണ്. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് പേജിലേക്ക് വരുന്നതായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ട് ഇഷ്യൂസ് ഉണ്ട്, അതൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മൾ നേരെ പേജിലേക്ക് വന്നിട്ടുണ്ട്. പേജിൽ നിന്ന് നമ്മൾ ഈ പേജിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗാലറി പോവുക. ഗാലറി പോയതിന് ശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബോർഡറില്ലേ അത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ബോർഡർ നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ സൈസിനനുസരിച്ചിട്ട് സെറ്റാക്കി കൊടുക്കണം. നമ്മൾ അലൈൻമെൻറ്റ്സിൽ പോയിട്ട് ഷേപ്സ് എന്നുള്ളതിൽ രണ്ടാമത്തെ ഓപ്ഷനിലെ അത് സെലക്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ കളറ് മാറ്റി കൊടുക്കാം, വൈറ്റ് ആക്കി കൊടുക്കാം. അത് ഈ വൈറ്റ് സെലക്ട് ആക്കിയാൽ നമ്മുടെ നെയിമും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ബോർഡർ പോലെ ഇത് സെറ്റാക്കി കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബോർഡറായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആവശ്യമില്ല, നമുക്ക് ആ ബോർഡറായിട്ട് തന്നെ സെറ്റാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പോലെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡർ സെറ്റാക്കി കൊടുക്കുന്നത്. ബോർഡർ സെറ്റാക്കിയതിന് ശേഷം ഇനി അടുത്ത ചെയ്യേണ്ടത് ഗാലറി പോയിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബാർബീൻ്റെ പിക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ബാർബിയുടെ പിക്ക് നമുക്ക് ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മറ്റേ സൈഡിൽ കുട്ടിയുടെ പിക്ചറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം സെലക്ട് ആക്കി കൊടുക്കുന്നുണ്ട്. എലമെൻറ്റ്സിൽ പോയിട്ട് ഫ്രെയിം സെലക്ട് ആക്കി കൊടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രെയിം നിങ്ങൾക്ക് സൈസിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി കൊടുക്കാം. ഫുള്ളായിട്ട് വേണേൽ സെറ്റാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഹാഫായിട്ടും സെറ്റാക്കാം. ഇനി അതിനകത്ത് കുട്ടീൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം.
കുട്ടിയുടെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് സൈസിൽ വരാൻ വേണ്ടി ക്രോപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ആക്കി കൊടുത്താൽ മതി. ക്രോപ്പ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സൈസിൽ നമുക്ക് കുട്ടിയുടെ ഫോട്ടോ സെറ്റാക്കാൻ പറ്റും. ഇനി നമ്മൾ ടെക്സ്റ്റ് എടുത്തിട്ട് കുട്ടീൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് ഇഷ്ടമുള്ള ഫോണ്ടിൽ നമുക്ക് കാണാൻ നല്ല കുറച്ച് ഇതുള്ള ഫോണ്ടിൽ സെറ്റാക്കി കൊടുക്കാം. അത് നമ്മൾ സെൻറ്ററിൽ തന്നെ മുകളിലായിട്ടാണ് നമ്മുടെ നെയിം എഴുതുന്നത്. ബാക്കി ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ആക്കി കൊടുക്കുന്നത്. നെയിം ചെയ്തതിന് ശേഷം നമ്മൾ ക്ലാസ്സാണ് സെറ്റാക്കുന്നത്. അപ്പോൾ കസ്റ്റമർ നമുക്ക് ക്ലാസ് തന്നിട്ടുണ്ട്, ആ ക്ലാസ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഡോട്ട് പോലെ നമ്മൾ സെറ്റാക്കി കൊടുത്താൽ മതി. ക്ലാസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കീബോർഡിൽ തന്നെയുള്ള ഡോട്ടോ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സെലക്റ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഡിവിഷനാണ് എഴുതുന്നത്. അതേപോലെ തന്നെ സെലക്റ്റാക്കിയിട്ട് ഡിവിഷനും ചെയ്ത് കൊടുക്കാം. ഡിവിഷൻ സെയിം ഞാൻ കോപ്പി എടുത്തിട്ട് അതിനകത്ത് സെയിം സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സെയിം സൈസും ഫോണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് കോപ്പി ആയിട്ട് എടുക്കുന്നത്. അത് ഡിവിഷൻ എഴുതി കൊടുക്കുക. അതിനുശേഷം സെയിം കോപ്പി അടിച്ചിട്ട് അടുത്ത റോൾ നമ്പറാണ് എഴുതി കൊടുക്കുന്നത്. റോൾ നമ്പറിന് ശേഷം നമ്മൾ അടിയിനകത്ത് സബ്ജക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റും കൊടുത്തതിന് ശേഷം പിന്നെ സ്കൂളാണ്. ഇപ്പോൾ സ്കൂളിൻ്റെ നെയിം കസ്റ്റമർ തരാണെങ്കിൽ സെയിം നെയിം എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ഇതുപോലെ തന്നെ സെറ്റാക്കി കൊടുക്കുക. ഇതൊക്കെ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ അടുത്ത സീസണിൽ അടുത്ത കാർട്ടൂൺ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ 3ൽ സെറ്റ് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇത് സ്റ്റിക്കർ പ്രിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നെയിം സ്ലിപ്പ് ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കാം, അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാം. നെയിം സ്ലിപ്പ് A3യിൽ എങ്ങനെ സെറ്റാക്കുന്നതും അതുപോലെ അതെങ്ങനെ ഏത് പ്രിൻ്റാണ് എടുക്കുന്നതും എങ്ങനെയാണ് ക്വാളിറ്റി വരുന്നതും എങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ആയിട്ടാണ് അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ശരിയടാ.